ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിന്നൊരു വെയിറ്റ് ലോസ് ഡയറ്റ് ആയാലോ? ഈ വെയിറ്റ് ലോസ് ചെയ്യുമ്പം എല്ലാവർക്കും ഒരു സംശയമായിരിക്കും, പ്രത്യേകിച്ചും വെജിറ്റേറിയൻസിന്. ഈ വെജിറ്റബിൾ മാത്രം കഴിച്ചുകൊണ്ട് എങ്ങനെയാണ് വെയിറ്റ് കുറയ്ക്കുന്നതെന്ന്. പ്രോട്ടീൻ കിട്ടുകയും വേണം, എന്നാൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കുകയും വേണം. അതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണ്ടി മാത്രം. നമുക്ക് കറി പോലെ ആവശ്യമില്ല. പിന്നെ ഞാനൊരു ആർഭാടത്തിനൊരു ചമ്മന്തി ഉണ്ടാക്കിയെന്നേ ഉള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഈ പച്ചക്കറികളിലാണ്: ക്യാരറ്റ്, ക്യാപ്സിക്കം, മല്ലിയില, പച്ചമുളക്, കുറച്ച് ഇഞ്ചി, തക്കാളി, സവാള. ഇതൊക്കെ നമ്മുടെ ആവശ്യാനുസരണം എടുക്കാം കേട്ടോ. ഞാനിതെല്ലാം ഓരോന്ന് വിധമാണ് എടുത്തിരിക്കുന്നത്. ചെറിയൊരു ക്യാപ്സിക്കം എടുത്തിട്ടുള്ളൂ, ഒരു ചെറിയ ക്യാരറ്റ്, സവാള, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി വേണ്ടത് 2 കപ്പ് ബേസനാണ്, നമ്മുടെ കടലമാവ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പെല്ലാം അവനവൻ്റെ പാകത്തിന് നോക്കി ആവശ്യത്തിന് മാത്രം ചേർക്കുക കേട്ടോ, കൂടിപ്പോകരുത്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് ചേർക്കേണ്ട മസാലകൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം കേട്ടോ. എന്തെങ്കിലും കൂടുതലായിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ ഉണ്ടാക്കേണ്ട രീതിയാണ് ഞാനിപ്പം കാണിച്ചിരിക്കുന്നത്. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഗരം മസാലയാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഗരം മസാലയ്ക്ക് പകരമായിട്ട് മുളക് പൊടി ചേർക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചേർക്കാം. ചാട്ട് മസാല ചേർക്കേണ്ടവർക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണ് കേട്ടോ. ഇനിയിപ്പോൾ പെരിഞ്ജീരകം ചേർത്താലും കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ പൊടികളും ഉപ്പും ഒക്കെ എല്ലായിടത്തും ഒന്ന് ചെല്ലട്ടെ. ഇനി അതിന് ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കട്ടയൊന്നും കെട്ടാതെ നല്ലൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഈ ബാറ്റർ റെഡിയാക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര തിക്കായിട്ടുള്ള ബാറ്ററാണ് വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല, ഇച്ചിരി ലൂസായിട്ടുള്ള മാവ് മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമ്മുടെ ഇഷ്ടമാണ്. ഞാനൊരു മീഡിയം തിക്നെസ്സിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തീരെ അങ്ങ് ലൂസും അല്ല. നമ്മൾ ഈ ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ടോ ഒരു വിസ്ക് വെച്ചിട്ടോ കലക്കി കട്ടകളൊന്നും ആക്കിയെടുക്കുക. ഇത് കലക്കി നമ്മൾ ഈ പച്ചക്കറികളിൽ ഇട്ടതിന് ശേഷം ഒന്നുകൂടെ ഉപ്പ് നോക്കിയേക്കണം കേട്ടോ. ഉപ്പ് നമുക്ക് കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അന്നേരം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സവാള പൊടി അരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടുതലൊരു ചെറിയ തക്കാളി അരിഞ്ഞത്, ഒരു ചെറിയ ക്യാപ്സിക്കം, ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഒരു 5 സെൻറ്റിമീറ്ററോളം നീളമുള്ള ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിയില, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാൻ 2 ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് ഒന്നുകൂടെ ചെക്ക് ചെയ്യുക കേട്ടോ. ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇതിലേക്ക് ഞാൻ വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, മുളക് പൊടി വേണം എന്നുള്ളവർക്ക് അങ്ങനെ ചേർക്കാം, അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർക്കണമെങ്കിൽ ചേർക്കാം. ഇനി കൂടുതൽ പച്ചക്കറികൾ ചേർക്കണമെങ്കിൽ ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ. ഞാൻ നോർത്തിലായിരുന്ന സമയത്ത് ഇത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അങ്ങനെ നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ദോശ കല്ല് ചൂടാകുമ്പോൾ അതിലേക്ക് ഓരോ തവി വീതം കോരി ഒഴിച്ച് നമ്മൾ ദോശ അല്ലെങ്കിൽ ഓംലെറ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കുക. ഇത് ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഓംലെറ്റ് ആണെന്നേ തോന്നത്തുള്ളൂ കേട്ടോ. ഇത് വെജിറ്റേറിയൻസിൻ്റെ ഒരു ഓംലെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്തേക്കുക. അങ്ങനെ 2 വശവും ഒന്ന് മൊരിച്ചെടുക്കുക. നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ എന്തെങ്കിലും തൂവിയാൽ മതി. ഇനിയിപ്പോൾ ഒന്നും തൂവിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 2 സൈഡിലും ഒന്ന് മൊരിച്ച് എടുക്കുക. നമ്മൾ ഈ ഊത്തപ്പമൊക്കെ കഴിക്കത്തില്ലേ, അതുപോലെ ഒരു നിറയെ വെജീസ് എല്ലാം നിറഞ്ഞ നല്ല ഹെൽത്തി ആയിട്ടൊരു ഓപ്ഷനാണ്. ഇതിനകത്ത് ഇഷ്ടം പോലെ ഫൈബറും പ്രോട്ടീനും ഒക്കെ ഇഷ്ടം പോലെ അടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല നല്ല ഫില്ലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ നേരം നമുക്ക് വിശക്കാതെ ഇരിക്കാനും പറ്റും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ ഡയറ്റ് ഓൾറെഡി കുറയ്ക്കുമ്പോൾ നമുക്ക് വിശക്കത്തില്ലേ, അപ്പം നമുക്ക് എന്തെങ്കിലും കഴിക്കാനൊരു ടെൻഡൻസി തോന്നും. അപ്പം തന്നെ അധികം കൺട്രോൾ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവരുടെ ഡയറ്റ് കുളമാവും അല്ലേ. അപ്പം നമ്മൾ ഈ ഫില്ലിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കുമ്പോൾ നമുക്ക് കുറേ നേരം നമുക്ക് കാത്തിരിക്കാൻ പറ്റും. അടുത്ത നമ്മുടെ ഒരു മീലിൻ്റെ ടൈം വരെ നമുക്ക് വിശക്കാതിരിക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു 2-3 എണ്ണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഫില്ലിംഗ് ആണ്. ഞാനൊരു 2 എണ്ണേ കഴിക്കത്തുള്ളൂ കേട്ടോ. എനിക്ക് അന്നേരം വയറ് നിറയും. ഞാൻ അധികം കഴിക്കുന്ന ഒരാളുമല്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് ഒരു കറിയുടെ ആവശ്യമില്ല. ഇനി കറി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങാ ചട്നിയുടെ കൂട്ടത്തിൽ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് മാത്രമല്ല ആർക്കും കഴിക്കാം. നല്ല രുചിയാണ്. മക്കൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ചെറിയ കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തിയാണ്, പ്രായമുള്ളവർക്കും എല്ലാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.